കാദംബരി പുഷ്പത്തടത്തിൽ കൗമാരം കൊരുത്തതാണീ മാല്യം കാമമാം കുരങ്ങിൻ മാറി. കാണാമല്ല ഞാൻ ഒരുങ്ങുന്നത്. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്തിനാ അച്ഛമ്മ ദേഷ്യപ്പെടുന്നത്? അല്ലെങ്കിൽ കൊച്ചുമോളോടൊന്നും മക്കളോടൊന്നും വലിയ സ്നേഹമൊന്നും ഇല്ലല്ലോ. സരിതപ്പിച്ചിയുടെ മോളോട് ഭയങ്കര സ്നേഹമാണ്. എനിക്ക് അങ്ങനൊന്നുമില്ല. എനിക്ക് എല്ലാ കൊച്ചുമക്കളും ഒരുപോലെ തന്നെയാണ്. എന്നിട്ട് എല്ലാ കൊച്ചുമക്കളും ഒരുപോലെ ആയിട്ടാണോ ആ പാവ സഞ്ജുവിന്റെ പ്രേമം പൊട്ടിക്കാൻ നടന്നത്? വിമലയുടെ സ്വഭാവം നിനക്ക് അറിയാമല്ലോ ചേട്ടാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അതിന് അവൻ വിമലേനല്ലല്ലോ, വിമലയുടെ കൊച്ചുമോളെ അല്ലേ പ്രേമിക്കാൻ പോണേ. എടി അവളെ ഇങ്ങോട്ട് കെട്ടിയെടുത്തോണ്ട് വന്നാലേ ആദ്യം ചവിട്ടി പുറത്താക്കുന്ന ആരെയാന്ന് നിനക്ക് അറിയാവോടി? അച്ഛമ്മ എന്നെയാണോ? എന്നെയല്ല, നിന്നെ നിന്റെ ചേച്ചിനി. ഞങ്ങളെയോ? അച്ഛമ്മ അച്ഛമ്മ ഇതൊന്ന് തിരിച്ചാലോചിച്ച് നോക്കി. ആലോചിച്ചു. ആ ഇപ്പൊ ശരിയായില്ലേ? നിന്റെ അച്ഛനെ അമ്മയും ചവിട്ടി പുറത്താക്കുന്ന കാര്യല്ലേ നീ ആലോചിക്കാൻ പറഞ്ഞത്? ഓ അതല്ല പിന്നെ ഏതാ? അച്ഛമ്മ ഞാനും എന്റെ ചേച്ചിയും കൂടി ആ കൊച്ചിനെ ചവിട്ടി പുറത്താക്കുന്ന ആലോചിച്ച് നോക്കി. അത് കൊള്ളാലോടെ. ഓരോ ചവിട്ടിലും ആ വിമല അമ്മൂമ്മയുടെ നെഞ്ചതരിയും കൊള്ളുന്നത്. ഓ എന്റെ മോള് മിടുക്കത്തിയാണല്ലോ. നിന്നെ ഒന്നിനും കൊള്ളില്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്റെ കൃഷ്ണമോള് മിടിക്കുക. അതെങ്ങനെയാ? പാപ്പാടി സരസ്വതി അമ്മയുടെ കൊച്ചുമോളല്ലേ ഞാൻ. നിന്റെ തള്ളയുടെ സ്വഭാവം നിനക്ക് കിട്ടിയിരിക്കുന്ന പേപ്പാടി ചാച്ചത്തിയമ്മയുടെ അല്ല. ആ അതൊക്കെ വിട്. അച്ഛമ്മ പോയി ആ പാവ സഞ്ജുവിനെ അവനെ ഒന്ന് സപ്പോർട്ട് ചെയ്യും. അവൻ പ്രേമിക്കട്ടെ. അവളെ പ്രേമിക്കാനുള്ള എല്ലാ കാര്യവും ഞാൻ പറഞ്ഞു കൊടുക്കും എന്റെ സഞ്ജു മോനോട്. കേട്ടോ? പോട്ടെ പോട്ടോ പോട്ടോ. നടന്നാ മതിയായിരുന്നു. അമേരിക്കയൊക്കെ ഒന്ന് പോയാ മതിയായിരുന്നു. പിന്നെ തലവേദന എടുത്ത് എങ്ങനെ ഇരിക്കുക? തലവേദന എടുത്ത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അത് കൂടും. തലവേദന കൂടിക്കൊണ്ടിരിക്കും. ആ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ വീടിന് ചുറ്റും 4 റൗണ്ട് അങ്ങ് ഓടാം. അടിപൊളി. അല്ല ഓടണ്ട, നീ ഇറങ്ങി ഒന്ന് നടന്നാൽ മതി. അപ്പൊ ഈ വെട്ടവും വെളിച്ചമൊക്കെ തലക്കടിക്കുമ്പോഴേ ആ തലവേദന ഒന്ന് കുറയും. നിങ്ങൾ പോയിട്ട് നിൽക്കും വെയിലത്ത്. ഞാൻ അങ്ങോട്ടും പോകുന്നൊന്നുമില്ല. ഇനി ഇതിനകത്ത് ഇങ്ങനെ കുത്തിയിരുന്നാൽ വല്ല അസുഖം കൂടത്തേ ഉള്ളൂ. ഞാൻ കിടക്കട്ടാ? ഈ മുറിക്കകത്ത് ഇങ്ങനെ കുത്തിയിരുന്ന അസുഖം കൂടുമെന്നാ ഞാൻ പറഞ്ഞത്. അതെ ഒരു ചായ ഇട്ടില്ല, എനിക്കൊരു വല്ലായ്മ. എനിക്ക് തലക്കെന്തോ വേദന പോലെ. ചായ കുടിച്ചാൽ മാറും. അപ്പൊ ഞാനും തലവേദനയായിട്ടല്ലേ ഇരിക്കുന്നേ. നമുക്ക് രണ്ടുപേർക്കും ചായ ഇട്ടോ. അപ്പൊ നിങ്ങളല്ലേ എനിക്ക് ഫസ്റ്റ് ചായ ഇട്ട് തരേണ്ടത്. നിങ്ങൾ പോയിട്ട് 2 ഗ്ലാസ് ചായ ഇടും, പിന്നെ ഒന്ന് എനിക്കും കൊണ്ടുപോവാ. അറിയാനൊന്നും വയ്യ പോ. അപ്പൊ ചായ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇടുന്നത്. ചായ അടിപൊളി ടേസ്റ്റാണ്. ആ ചായനോടുള്ള ഇഷ്ടം നിങ്ങൾക്ക് എന്നോടുണ്ടോ? കുറച്ച് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ എന്നോട് ഇത് പറയുമായിരുന്നു. നീ ഇവിടെ നിന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങട്ടെ, അപ്പം തലവേദനയൊക്കെ മാറട്ടെ, അസുഖം മാറട്ടെ എന്ന് പറഞ്ഞ് നല്ല ഉദ്ദേശിച്ച് പറഞ്ഞതാ. അമ്മയും പെങ്ങളും അപ്പുറത്തില്ലേ, അവരോട് പറ 1 ഗ്ലാസ് ചായ ഇട്ട് തരാം. അയ്യേ എടി അമ്മയുടെ ചായ, അമ്മയുടെ പെങ്ങളുടെ ഒന്നും ചായ ഒന്നും കൊള്ളത്തൊന്നുമില്ല. ചുമ്മാ കാടിവെള്ളം പോലിരിക്കും. അത് കുടിക്കാൻ പറ്റുമോ? പറ. അതല്ല ഞാൻ പറഞ്ഞു തന്നെ, നിങ്ങൾ പോയിട്ട് 2 ഗ്ലാസ് ചായ ഇട്ടിട്ടോ. എനിക്ക് തല ഇങ്ങനെ വെട്ടിപ്പൊളക്കുന്ന ഇങ്ങനെ ഒച്ചയിടാൻ പറ്റുന്നില്ല. വിട്. നീ അപ്പൊ ഇവിടെ തന്നെ ഇങ്ങനെ കുത്തിയിരിക്കാൻ തീരുമാനിച്ചു? അല്ല ഞാൻ എണീറ്റ് ഡാൻസ് കളിക്കാം. തലവേദന എടുക്കുന്നു പറഞ്ഞിട്ട് കളിക്കട്ടാ? എഴുതോ തല പൊക്കണ്ട, തല താത്തിയിരുന്നോ.